ഹലോ, ഇന്നലത്തെ ഭാഗത്തിൻ്റെ ബാക്കി ഭാഗമാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണെന്ന് പറയുന്നത്. യോഗയെക്കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ. യോഗ ചെയ്താൽ വണ്ണം കുറയുമോ, എല്ലാവർക്കും യോഗ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഒരുപാട് യോഗ ചെയ്യുമ്പോൾ ഫാൻ ഉപയോഗിക്കാമോ, AC ഉപയോഗിക്കാമോ, യോഗ ചെയ്യുന്നവർക്ക് ഇറച്ചി മുട്ടയൊക്കെ കഴിക്കാമോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ആൻസറാണ് ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലുള്ള സംശയത്തിനുള്ളൊരു മറുപടി ആയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിന്ന് പറയുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, യോഗ ചെയ്താൽ വണ്ണം കുറയുമോ, എല്ലാവർക്കും ഉള്ളൊരു ഏറ്റവും വലിയൊരു സംശയമാണ് യോഗ ചെയ്താൽ വണ്ണം കുറയുമോ. ഓക്കെ, അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. യോഗ ചെയ്താൽ വണ്ണം കുറയും. അതായത് യോഗ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നോ നാളെയോ വണ്ണം കുറയും എന്നല്ല, ക്ഷമയോടെ കാത്തിരിക്കുക. അതായത് നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് വണ്ണം കുറയണം, പെട്ടെന്ന് നമുക്ക് സ്ലിം ബ്യൂട്ടി ആവണം, 0 സൈസ് ആവണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഓടി ജിമ്മിലോട്ട് പോയി ഹാർഡ് വർക്ക് ചെയ്ത് ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത്, അത് നമ്മൾ സ്വന്തമായിട്ട് ഡയറ്റ് എടുക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറോട് പോയി ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത ശേഷം ഡയറ്റ് എടുക്കുക. ഡയറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ആ ഡയറ്റ് എടുക്കുന്നതോടൊപ്പം തന്നെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയും നമ്മുടെ രീതികളൊക്കെ മാറ്റും, ആഹാര രീതികളും നമ്മുടെ ദിനചര്യകളൊക്കെ മാറ്റി എല്ലാ രീതികളും ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുത്തി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെയിറ്റ് കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാൾ, ഇപ്പോൾ ശ്വാസം മുട്ടലോ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാൾ പെട്ടെന്ന് പോയി ജിമ്മിലങ്ങ് ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ടൈം അയാൾ പെട്ടെന്ന് എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തല വേർക്കുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് നീര് താഴ്ച, ജലദോഷം, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആൾറെഡി ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജിമ്മിലോട്ട് പോയി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുമ്പോൾ ഇതുവരെ അനങ്ങാതിരുന്ന ബോഡി പെട്ടെന്ന് അങ്ങ് ഹീറ്റ് ആകുമ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരാനോ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഡൗൺ ആവാനോ, BP ഡൗൺ ആവാനോ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് പെട്ടെന്നൊക്കെ നമുക്ക് പിന്നെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ യോഗയെ സംബന്ധിച്ച് അത്രയും ശാന്തമായും അത്രയും കെയറിങ് ചെയ്ത് നമ്മൾ എന്താ പറയുക, യോഗ എന്ന് പറയുന്നത് നമ്മൾ പതിയെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടി കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഇന്നോ നാളെയോ കൊണ്ട് യോഗ ചെയ്ത് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ചെയ്താണ് നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മളിലേക്ക് എത്തുന്നത്. അത് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. യോഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അപ്പം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ഇന്ന് യോഗ ചെയ്യാൻ വന്നു, നമ്മൾ ഒരാൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബോഡിയാണ്, അയാളെ നമ്മൾ നോക്കിയപ്പോൾ അയാൾ ഇത്രയും ചെയ്യുന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളും അയാളെ പോലെ ആവാൻ വേണ്ടി ഒരു ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കും. ഇപ്പോൾ ഒരു പോസ്റ്റർ ചെയ്യുവാണെങ്കിൽ അത്രയും സ്ട്രെയിൻ എടുത്ത് നമ്മൾ ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ബോഡിക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ചിലപ്പോൾ പിറ്റേ ദിവസം പെയിൻ ആയിരിക്കും, എണീക്കാൻ പോലും പറ്റത്തില്ല, അവിടെ എവിടെയെങ്കിലും ഉളുക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിക്ക് എന്താണോ പറ്റുന്നത് അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് പതിയെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ആഴ്ചകളും മാസങ്ങളും കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക് അങ്ങനെ നമ്മളിലേക്ക് നമ്മുടെ ബോഡിയിലുള്ള മാറ്റം നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂടുന്നത് നമുക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കും. പതിയെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, യോഗയെ സംബന്ധിച്ച് പതിയെ നമുക്ക് മാറ്റം, ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ക്ഷമയോടെ കാത്തിരിക്കുവാണെങ്കിൽ മാത്രം നമുക്കതിനുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് വരുമോ എന്ന് ചോദിച്ചതിനുള്ള ആൻസർ ഒരിക്കൽ കൂടെ പറയുകയാണ്. തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് വരും, പക്ഷെ നമ്മൾ ക്ഷമയോട് കാത്തിരിക്കുക. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ പതിയെ ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാത്ത രീതിയിൽ യോഗ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി നമുക്ക് വർദ്ധിക്കുന്നത് ഇമ്മ്യൂണിറ്റി പവറാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിക്കൊണ്ട് തന്നെ നമുക്ക് പതിയെ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ബോഡി പാർട്ടിൽ ആവശ്യമില്ലാത്ത ഫാറ്റ് എല്ലാം വാഷ് ഔട്ടായിട്ട് യൂറിനിലൂടെയും വിയർപ്പിലൂടെയൊക്കെ വാഷ് ഔട്ടായിട്ട് പുറത്തേക്ക് പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഹെൽത്തി ആയിട്ടുള്ള ബോഡി നമ്മൾ നിൽക്കുകയും ആവശ്യമില്ലാത്ത ഫാറ്റൊക്കെ പുറത്തേക്ക് പോകുന്നതനുസരിച്ച് നമ്മുടെ ബോഡി ഒതുങ്ങി നമുക്ക് ആവശ്യമുള്ള ബോഡി ഷേപ്പിലേക്ക് വരുന്നതിന് സാധിക്കും. ചിലപ്പോൾ 6 മാസമായെന്ന് വരാം, ചിലപ്പോൾ 1 വർഷമായെന്ന് വരാം, ചിലർക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നെന്ന് വരാം, ഒരു 3 മാസം ആകുമ്പോൾ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായെന്ന് വരാം. അങ്ങനെ ഓരോരോ ബോഡി ടൈപ്പാണ്. ചിലർക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയെന്ന് വരാം, പക്ഷേ ചിലർക്ക് ചിലപ്പോൾ 1 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. നിങ്ങളൊരു കാര്യം വിചാരിക്കുക, ഇത്രയും വെയിറ്റും കൊണ്ട് ഞാൻ ഇത്രയും നാൾ നടന്നില്ലേ, സാരമില്ല, ക്ഷമയോടെ യോഗയിലൂടെ കാത്തിരിക്കാം, കുറച്ച് ദിവസം കാത്തിരിക്കാം. ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്നില്ല, നമുക്ക് ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്തില്ല, ഇത്രയും വെയിറ്റ് കൊണ്ട് നമ്മൾ നടന്നു, ഒരുപാട് പേര് കളിയാക്കി, നമുക്ക് തന്നെ തറയിരിക്കാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല, എന്തെല്ലാം വിഷമമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചത്. പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് എന്തൊരു മാറ്റമാണ് യോഗയിലൂടെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം.
1 വർഷമെങ്കിൽ 1 വർഷം, 6 മാസമെങ്കിൽ 6 മാസം, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ വച്ച് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയിരിക്കും. അത് 100% ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു.